അപ്പൊ അതൊക്കെ ഏത് പ്രായത്തിലാ അങ്ങനെയൊക്കെ ചെയ്തത്? അതായത് എനിക്ക് ബുദ്ധി ഉണ്ട്, പിന്നെ ഭയങ്കര വലിയ ബുദ്ധിയാണ്. ബുദ്ധി വിവരം പ്രധാനമന്ത്രിയുടെ അവാർഡ് കിട്ടുന്ന കാര്യങ്ങളല്ലോ. എന്നിട്ട് തൊലി അടുത്തത് പറ. ഒരു ഇതുണ്ടല്ലോ, ധൈര്യം പറയാം, ഒരു ക്യൂരിയോസിറ്റി കാണാനായിട്ട്. ഇവിടെ കാണുമ്പോ കുത്തി കോട്ടലെടുക്കാനാണ്. ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അയാലും മമ്മു ബെസ്റ്റ്. ഇവനെന്ത് മാസം അടിച്ചിട്ടാണ് ഈ നാറ് ഇത് പറയുന്നത്? ബെസ്റ്റാന്ന് ഇവൻ മാസാക്കിട്ടാണ് അവിടെ പറയുന്നത്. ആടെ എങ്ങനെയെങ്കിലും ഒന്നും ഇത് കത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവൻ എന്തെല്ലോ പറയാന്ന്, എന്തെല്ലോ വായി കിട്ടിയെടുത്ത് പറയാന്ന്. അതിൽ മമ്മൂ നീ ബെസ്റ്റ് ആണെന്നല്ലേ പറയുള്ളൂ. നിന്റെ ഭാഗ്യം എന്ന് പറയാം. കാരണം ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് നട്ടലുള്ള ഏവനെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ പിടിച്ച് പെരുന്നാളിന് പോത്തിന് നടക്കുന്നതാണ് കാലത്തേനെ. അതിൽ ഞാൻ ബെസ്റ്റ് ആണെന്ന് പറയുന്ന കാടി വല്ല ബെസ്റ്റ് ആയിട്ട് പോയി കൈ കൊട്ടാ തിരിഞ്ഞു അന്തസ്സും പോയി. ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എന്റെ പേരും വേറൊരുത്തനും കൂടി ഉണ്ടോ. സഹതാപം മാത്രമല്ല. കാരണം ഏതൊരുത്തൻ ഇല്ലാത്ത കഥയാണ് ഇതെല്ലാം. വെറുതെ ആ തട്ടി വിടുന്നേന്ന് ഇവൻ എങ്ങനെയെങ്കിലും രണ്ടാൾക്കാർ ഇവനെ മറ്റേ ഇവന്റെ വിചാരം ഇവനെ മറ്റേ മാസ് ബീജം ഇതുവെല്ലാം വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവൻ ഇതെല്ലാം ചെയ്യുന്നത്. മനസ്സിലായോ? ഇവൻ മറ്റേ എഡിറ്റർ ഫാൻ പേജുകളിൽ എഡിറ്റ് വരുമല്ലോ, ഇത് ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫാൻ പേജുകളിൽ എഡിറ്റ് വരുന്നത് ഇവൻ എപ്പോ ഇരുന്ന് കാണുന്ന എപ്പോ ഇരുന്ന് കാണും. ഇവൻ അത് വിചാരിച്ചിട്ട് കുറച്ച് മാസം ആക്കാം, കുറച്ച് കോമഡി ആക്കാന്നുള്ള ലെവലിലാണ് നടന്ന്. അതിന്റെ ഇടക്ക് അവരവിടെ കുത്തി എന്താ ഫണ്ണില്ല മമ്മ എന്താ ഇത്ര ബോറിംഗ് ആയിരുന്നു എന്നുള്ള ലെവലിൽ ഇവരിങ്ങനെ ഇതാക്കുന്നുണ്ട്, എരിപ്പ് വരുന്നുണ്ട്. എന്തെങ്കിലും ഇവൻ കോമഡി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവൻ ഇങ്ങനെ എന്തെല്ലോ ചറ തട്ടി വിട്ടതാണ്.